ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ഈസിയായി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികൾ പോലും ഇങ്ങനെ ഒരു പുലാവ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും. വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായ പുലാവിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഇടത്തരം ഉരുളൻകിഴങ്ങ്, ഒരു ക്യാരറ്റും തൊലികളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തു. 10 ബീൻസും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള നീളത്തിൽ ഇതുപോലെ സ്ലൈസായി കട്ട് ചെയ്തെടുത്തു. വേവിച്ച ഗ്രീൻ പീസ് 1/2 കപ്പ്, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് നിറയെ ബസുമതി റൈസ് എടുത്ത് ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് 3-4 പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാം. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ഒന്ന് മെൽറ്റായതിന് ശേഷം മീഡിയം ഫ്ലെയിം ആക്കുക. 2 വറ്റൽമുളക് കട്ട് ചെയ്തത് ചേർത്ത് 1 മിനിറ്റ് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് കട്ട് ചെയ്തെടുത്ത സവാള ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ് ടീസ്പൂൺ. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. വീട്ടിൽ തയ്യാറാക്കിയ മസാലയാണിത്. പൊടികൾ ഇട്ടതിന് ശേഷം പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി അതിലേക്ക് കട്ട് ചെയ്തെടുത്ത പച്ചക്കറികളെല്ലാം ആഡ് ചെയ്യാം. ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 3 മിനിറ്റ് വഴറ്റിയെടുക്കാം. പച്ചക്കറികളെല്ലാം നെയ്യിൽ വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. 3 മിനിറ്റ് കഴിഞ്ഞു. മസാലയിൽ കിടന്ന പച്ചക്കറികൾ നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് പുതിനയിലയും മല്ലിയിലയും ആഡ് ചെയ്യാം. ഊറ്റിയെടുത്ത റൈസ് ആഡ് ചെയ്യാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് നെയ്യിലും മസാലയിലും റൈസ് നന്നായി വഴറ്റിയെടുക്കുക. ഇതുപോലെ വഴറ്റിയെടുക്കുന്നത് പുലാവിന് സ്വാദ് കൂടാനാണ്. 5 മിനിറ്റ് കഴിഞ്ഞു. റൈസ് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം അരി അളന്നെടുത്ത അതേ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം 3/4 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി തിളച്ചതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് മുകളിലായി ഞാൻ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് ചേർത്തത് കറക്റ്റായിരുന്നു. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കിയത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുലാവിന് മുകളിലായി ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.